ചെറിയ ബിസിനസ്സുകാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവരറിഞ്ഞിരിക്കണം എന്തൊക്കെ കംപ്ലയിൻസസ് ആണ് അവർക്ക് പാലിക്കാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു GST രജിസ്ട്രേഷൻ എടുത്തിട്ട് GST റിട്ടേൺസ് ഫയൽ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഹെവി ഫൈൻ, പെനാൽറ്റി ഒക്കെയാണ് വരുന്നത്. ഒരു ഗുഡ്സിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ് ഈ 2 മാസം റിട്ടേൺ ഫയൽ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ E-way ബില്ല് ബ്ലോക്ക് ആവും. E-way ബിൽ മീൻസ് അവർക്ക് ഗുഡ്സ് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ ലീഗൽ കംപ്ലയിൻസ് ആണ് അവർ ചെയ്യേണ്ടതുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഈ ബിസിനസ്മാൻ അല്ലെങ്കിൽ അവർക്കോ അവരുടെ അക്കൗണ്ട്സ് ടീമിനോ ഇത് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം. ഇൻ കേസ് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു എക്സ്പേർട്ടിനെ അത് ഔട്ട്സോഴ്സ് ചെയ്ത് ഇത് ചെയ്യുക തന്നെ വേണം. ഇതിൻ്റെ ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് പറയുന്നത് പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തു പോകുക. ഇപ്പോൾ ഒരു GST റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു ബിസിനസ്മാൻ ഒരു ടാക്സ് പ്രാക്ടീഷണറെയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ എൻഗേജ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഡാറ്റ ഈ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഫയലിംഗ് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല.